നമസ്കാരം. വിഷുവിന് ഇനി അധികം ദിവസങ്ങളില്ല. വിഷുവിന് മുന്നോടിയായി സാമ്പത്തിക കാര്യങ്ങൾ ഭദ്രമാക്കുവാൻ സാധിക്കുന്ന ചില രാശിക്കാരുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്രകാരം പരാമർശിക്കുന്നത് എന്നുകൂടി അറിയാം. ശുക്രന്റെയും വ്യാഴത്തിന്റെയും ബുധന്റെയും സ്ഥാനങ്ങൾ അനുസരിച്ച് ഞാൻ ഈ പരാമർശിക്കുന്ന ദിവസങ്ങൾ ഇവർക്ക് വളരെ അനുകൂലമാണ്. സാമ്പത്തിക സ്ഥിതി അനുകൂലമായി തീരാം. ചില അനുകൂലമായ കാര്യങ്ങൾ, പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങൾ അനുകൂലമായി ജീവിതത്തിലേക്ക് കടന്നു വരാം. ഏതെല്ലാം രാശിക്കാർക്കാണ് കൂടുതലായും ഈ സൗഭാഗ്യങ്ങൾ അനുകൂലമായ ഫലങ്ങൾ തേടിയെത്തുക എന്ന് മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. സമ്പത്തിന്റെ അധിപയെ വന്ദിക്കുക. ഓം മഹാലക്ഷ്മിയെ നമ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ രാശി മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കരിയറുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂലമായ ഫലങ്ങൾ, നേട്ടങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് കടന്ന് വന്നിട്ടുള്ളത്. ഈ സമയം ചില കാര്യങ്ങളിൽ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അതിൽ നിന്നും തിരിച്ച് കരകയറുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. അത് സാമ്പത്തികമോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ആകാം. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഉയർന്ന ശമ്പളത്തോടെ തന്നെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. ജീവിതത്തിൽ പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. ആ പ്രയാസങ്ങൾ ഒരു പരിധിവരെ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല വിധത്തിലും നിങ്ങൾക്ക് ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ധനപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാനുള്ള മാർഗങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയാവുന്നതാണ്. ബിസിനസ് പരമായി ലാഭം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ബിസിനസ് തന്ത്രങ്ങൾ ഫലം കാണുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത്തരത്തിൽ ധനപരമായ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമാണ്. നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ തേടിയെത്താം. സന്തോഷകരമായ ശുഭവാർത്തകൾ നിങ്ങൾക്ക് തേടിയെത്താം. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം, അവസാന പകുതി, തിരുവാതിര, പുണർദം, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായ പരാധീനതകളിലൂടെ, സാമ്പത്തികപരമായ പ്രയാസങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. കടബാധ്യതകൾ നിങ്ങൾക്കുണ്ട്. അത് തീർക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് ഫലം കാണുവാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തിക ബാധ്യതകൾ ഒരു പരിധിവരെയെങ്കിലും തീർക്കുവാൻ സാധിക്കുന്ന അത്തരത്തിൽ ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ള സമയമാകുന്നു. പല ആവശ്യങ്ങളും നിങ്ങൾക്കുണ്ട്. അതിൽ പല കാര്യങ്ങളും നിവർത്തിക്കാനുള്ള പണം നിങ്ങളുടെ കൈവശം വന്ന് ചേരാവുന്നതാണ്. പല വഴികളിലൂടെയും ധനം വന്നു ചേരാം. പല വിധത്തിലുള്ള അനാവശ്യമായ ചെലവുകൾ, ആവശ്യമില്ലാത്തതായ ചില ചെലവുകൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കാർക്കശ്യത്തോടെ തന്നെ അത്തരം കാര്യങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് കുതിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതായ പ്രവർത്തനങ്ങൾ, അത്തരം കാര്യങ്ങൾ ചെയ്യുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പുതിയ സമ്പാദ്യ പദ്ധതികളുടെ ഭാഗമാകുവാൻ, ധനപരമായ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്ന മറ്റു ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ടതായ കാര്യങ്ങളുടെ ഭാഗമാകുവാൻ നിങ്ങൾക്ക് സാധിക്കും. വീട്ടിലെ ആവശ്യങ്ങൾക്കായി പണം അല്ലെങ്കിൽ വീട്ടുകാരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പണം ചെലവാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വിവാഹാലോചനകൾ തുടങ്ങിയ കാര്യങ്ങൾ കടന്നു വരികയും അത്തരം ബന്ധങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യാം. ചിലവ് വരവിനനുസരിച്ച് നിയന്ത്രിക്കാൻ പ്രയാസപ്പെടും എങ്കിൽ പോലും ഒരു പരിധിവരെ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. കാർക്കശ്യത്തോടെ തന്നെ പല കാര്യങ്ങളെയും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു.
കൂടാതെ ബിസിനസ് പരമായ ലാഭം വന്നു ചേരാം. പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ, അവസരങ്ങൾ വന്നു ചേരാം. പല വഴിക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരും. കുടുംബ പ്രശ്നങ്ങൾ ഒഴിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആഘോഷങ്ങൾ വീട്ടിൽ നടക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മനസ്സിൽ സന്തോഷം നൽകുന്നതായ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സമ്മാനങ്ങൾ ലഭിക്കുക, ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ സ്വന്തമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പണം ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അമിതമായി തന്നെ പല കാര്യങ്ങളോടും ആഗ്രഹം തോന്നുകയും ആ കാര്യങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ പുതിയ ജോലി ലഭിക്കുക, താൽക്കാലികമായ ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. സാമ്പത്തികമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതായ സമയമാകുന്നു. മാനസികപരമായ പ്രയാസങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതായ സമയം കൂടിയാണ്. പല പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആഗ്രഹിച്ച രീതിയിൽ തന്നെ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ പല പ്രവർത്തനങ്ങളും ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക പ്രതിസന്ധി ഒരു പരിധിവരെ അകലുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നേട്ടങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പണം കയ്യിൽ ഇല്ലാത്തതായ അവസ്ഥകൾക്ക് മാറ്റങ്ങൾ വന്നു ചേരും. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ധനപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങൾ തന്നെയാണ് വന്നു ചേരുക. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം, ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക നേട്ടങ്ങൾക്കുള്ള സാധ്യത ഈ ദിവസങ്ങളിൽ വളരെ കൂടുതലാണ്. കടബാധ്യതകൾ പലതുമുണ്ട് നിങ്ങൾക്ക്. അതൊരു പരിധിവരെ കുറയ്ക്കുവാൻ സഹായകരമായ സമയമാകുന്നു. പണം കടം വാങ്ങിയവർക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കാരണം ഇത്തരം കടബാധ്യതകൾ ഒഴിവാക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാകുന്നു. സാമ്പത്തിക പ്രയാസങ്ങൾ അകറ്റുവാനുള്ള മാർഗങ്ങൾ തെളിയാം. ബിസിനസ് പരമായ നേട്ടങ്ങളോ തൊഴിൽപരമായ നേട്ടങ്ങളാലോ സമ്പത്ത് തേടിയെത്തുന്നതായ സമയമാകുന്നു. ആഗ്രഹിച്ചതായ പല കാര്യങ്ങൾ നേടിയെടുക്കുക, ആഗ്രഹ സാഫല്യങ്ങൾ സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ബിസിനസ് പരമായ ഉയർച്ച വന്നു ചേരാം. മാതാപിതാക്കളിൽ നിന്നും സാമ്പത്തികപരമായ സഹായം ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സാമ്പത്തിക പ്രയാസങ്ങൾ അകലാം. അനാവശ്യ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചെലവുകൾ ഒഴിവാക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ പല കാര്യങ്ങളും അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പണം കൈകളിലേക്ക് പല വഴികളിലൂടെയും തേടിയെത്താം. നേട്ടങ്ങൾ അനവധിയാണ് തേടിയെത്തുക. ജീവിതത്തിലെ പല പ്രയാസങ്ങളും അകലുന്നതായ സമയമാകുന്നു. മാനസിക പ്രയാസങ്ങൾ പോലും നിങ്ങളിൽ നിന്നും അകന്നു പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കടബാധ്യതകൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. ജോലിയിൽ സംതൃപ്തി നേടിയെടുക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിലേക്ക് സംഭവിക്കാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു.